വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ചില വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ബ്ലോക്കുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉൾപ്പെടെ നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ സഹായിക്കുന്നത്. അതിനത് നിർദ്ദേശങ്ങളായിട്ട് എടുക്കുന്നത് നിങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയുമാണ്. നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് സഹായകരമാകുന്ന ആളുകളെയും സാഹചര്യങ്ങളെയും ഒക്കെ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. എന്നാൽ ദിവസവും നിങ്ങൾ അശ്രദ്ധമായി ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ഈ ഒരു പ്രോസസ്സിനെ തടസ്സപ്പെടുത്തും. ഉദാഹരണത്തിന്, ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതൊന്നും നടക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലാത്ത കഷ്ടപ്പാടാണ് എന്നൊക്കെ നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് പറയാറുണ്ടല്ലോ. നിങ്ങൾ കരുതും ഇതൊക്കെ വളരെ നിരുപദ്രവകരമാണെന്നാണ്. പക്ഷേ ഉപബോധ മനസ്സ് അവയെ സീരിയസ് ആയിട്ട് എടുക്കും. അതിനനുസരിച്ച് അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പാതയെ റീഅറേഞ്ച് ചെയ്യും. പറഞ്ഞതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും തരും. അപ്പോഴാണ് ഈ മാനിഫെസ്റ്റേഷന് ബ്ലോക്കുകൾ വരുന്നതും കാലതാമസം വരുന്നതും. ഓർക്കുക, വാക്കുകൾ വെറും ശബ്ദങ്ങളല്ല, വാക്കുകൾ കോഡുകളാണ്. ഉപബോധ മനസ്സെന്ന പ്രപഞ്ച മനസ്സിന് നൽകുന്ന കോഡുകൾ. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മേൽപ്പറഞ്ഞതുപോലുള്ള നെഗറ്റീവ് വാക്കുകൾ ഒരിക്കലും പറയരുത്. പകരം എനിക്കിത് പറ്റും, ഇത് ഈസിയായിട്ട് നടക്കും എന്നൊക്കെ പറയുമ്പോൾ ഉപബോധ മനസ്സ് ആ ബുദ്ധിമുട്ടുകളെ മറികടക്കാനും ഈസിയായി ഒരു സൊല്യൂഷൻ കാണാനും നോക്കും.